ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് ഫിംഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചടപടേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഒരു തവണ ക്യാരറ്റ് കൊണ്ട് ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കി ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇത് കശ്മീരി ചില്ലി പൗഡറാണ്, എരിവ് കുറവാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. കൂടെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകപ്പൊടിയും. കൂടെ വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടലമാവാണ്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുള്ളത്. ഈ കടലമാവിന് പകരം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആ ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കടലമാവാണെന്നുണ്ടെങ്കിൽ കടലമാവിലും തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വറുത്ത പച്ചരിപ്പൊടിയാണ്. 1/2 കപ്പ് നിറയെ ഞാനിപ്പോൾ എടുത്തിട്ടില്ല. 1/4 കപ്പിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വറുത്ത പച്ചരിപ്പൊടി തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇത്രയും ചേരുവകളും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് യോജിച്ച് കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല കട്ടിക്കായിട്ട് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാനായിട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോകരുത്, തീരെ കട്ടിയാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി. നമ്മൾ സാധാരണ ഈ അപ്പത്തിലൊക്കെ ചേർക്കില്ല, അതുപോലെ ഒരു അല്പം ബേക്കിംഗ് സോഡ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നമ്മളിതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ 350 ഗ്രാം അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിനുള്ള ഒരു 3 ക്യാരറ്റാണ്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു കനത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട, അതുപോലെ തന്നെ തീരെ കട്ടിക്കും അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് നീളത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ക്യാരറ്റ് മാവും റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഓരോ ക്യാരറ്റായിട്ട് എടുത്ത് നമ്മുടെ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂട് എണ്ണയിലേക്കിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോ ക്യാരറ്റായിട്ട് മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. പിന്നീട് ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്ര തന്നെ മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇതെല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അരിഞ്ഞ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ തണുത്തിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം. ക്യാരറ്റ് കൊണ്ട് ഇത്രയും നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ട് നിങ്ങളടുത്ത് തയ്യാറാക്കി കൊടുക്കുന്നവർ ചോദിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.